സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്നു. തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പ്രഖ്യാപിച്ച വിജിലൻസ് അന്വേഷണം പാതി വഴിയിൽ. പെൻഷൻ തുക തിരിച്ചുപിടിക്കാനുള്ള ഉത്തരവിലും തുടർ നടപടികളില്ല. രശ്മി കാർത്തിക തിരുവനന്തപുരത്തു നിന്നും ചേരുന്നുണ്ട്. രശ്മി, സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ തട്ടിപ്പ്, ഇതിൽ നടപടികൾ ഇഴഞ്ഞ് നീങ്ങുകയാണല്ലേ? നിഖിൽ, സാധാരണക്കാർക്കുള്ള പാവപ്പെട്ടവർക്കുള്ള 1200 രൂപയുടെ പ്രതിമാസ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സർക്കാർ ജീവനക്കാരും സർവീസ് പെൻഷൻകാരും സമ്പന്നരും ചേർന്ന് തട്ടിയെടുത്ത സംഭവത്തിൽ മെല്ലെപ്പോക്ക് തുടരുകയാണ് സർക്കാർ. തട്ടിപ്പിൽ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പ്രഖ്യാപിച്ച വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ പാതിവഴിയിലായി. തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥരിൽ ഭൂരിഭാഗവും ഉന്നത ബന്ധങ്ങളുള്ള CPM അനുഭാവികളാണ്. പെൻഷൻ അർഹത സംബന്ധിച്ച കാര്യങ്ങളിൽ പരിശോധന നടത്തേണ്ടിയിരുന്ന ഉദ്യോഗസ്ഥരും ഇടത് അനുകൂല തൊഴിലാളി സംഘടനകളിൽപ്പെട്ടവരാണ്. ഈ സാഹചര്യത്തിലാണ് അന്വേഷണം വെറും പ്രഹസനം മാത്രമായി ഒതുങ്ങുന്നത്. കൂടുതൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന പരിശോധനയ്ക്കായി ഇൻഫർമേഷൻ കേരള മിഷനെ ഉൾപ്പെടെ നിയോഗിച്ചിരുന്നു. തദ്ദേശ ഭരണ വകുപ്പിന്റെ സഹകരണത്തോടെ വാർഡ് തലത്തിൽ ഗുണഭോക്താക്കളുടെ പട്ടിക വിലയിരുത്താനുള്ള നിർദ്ദേശവും നൽകിയിരുന്നു. ഈ പരിശോധനകളും പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങിയ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അന്വേഷണവും പരിശോധനകളും അട്ടിമറിക്കാൻ ഉന്നത ഇടപെടൽ നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള അത്തരത്തിലുള്ള ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. സമാനതകളില്ലാത്ത തട്ടിപ്പാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ പേരിൽ നടന്നത്. നമുക്കറിയാവുന്നതുപോലെ ഗസറ്റഡ് ഉദ്യോഗസ്ഥരടക്കം 1458 ഉദ്യോഗസ്ഥരായിരുന്നു ചട്ടം മറികടന്ന് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയതായി കണ്ടെത്തിയത്. ഏതായാലും ഈ അന്വേഷണം ഇക്കാര്യത്തിൽ വെറും പ്രഹസനം മാത്രമായി ഒതുങ്ങുകയാണ്.